ഹായ് ചങ്ങാതിമാരെ, എംസോൺ വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് യാത്ര പോകുന്നത് വാഗമണിലായിട്ടാണ്. ഈരാറ്റുപേട്ടിൽ നിന്നും 36 കിലോമീറ്റർ മാറി ഒരു മനോഹരമായ സ്ഥലമുണ്ട്, KPM ഫിഷ് ഫാം. ഏതൊക്കെയാലും ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ്. നമുക്ക് നേരെ ഈരാറ്റുപേട്ട തീക്കോയി വാഗം ടൗൺ വഴി നേരെ ഫിഷ് ഫാമിലോട്ട് പോവാം. ഈരാറ്റുപേട്ടയിൽ നിന്ന് 36 കിലോമീറ്റർ മാറിയാണ് KPM ഫിഷ് ഫാം. ഒരു അടിപൊളി രസമുള്ളതാണ്. അവിടെ കൊട്ടവഞ്ചി എല്ലാം ഉണ്ട്. നമ്മൾ നേരെ അങ്ങോട്ട് വിട്ടാലോ? കൂടെ നിങ്ങളും എൻ്റെ കൂടെ വരിക. ഇതേ നമ്മൾ അങ്ങനെ ഫിഷ് ഫാമിൻ്റെ KPM ഫിഷ് ഫാമിൻ്റെ ഫ്രണ്ടിൽ എത്തിക്കാൻ ആ കവാടം വഴി നമ്മൾ അകത്തോട്ട് കയറിയാണ്. ഇതേ ഞങ്ങളങ്ങനെ ആ ഒരു കവാടത്തിൽ ഇപ്പോൾ എൻട്രി ഫീസ് എന്നോളം ഒരാൾക്ക് 50 രൂപ വെച്ചാണ്. കൊട്ടവഞ്ചിയിൽ കയറണമെങ്കിൽ 100 രൂപ എന്ന രീതിയിലാണ്. കാരണം അവിടെ നമ്മൾ കവാടത്തിൽ കയറുമ്പോൾ തന്നെ കണ്ടില്ല ഒരു പാറ, അതിൻ്റെ അകത്തൂടെ വെള്ളം വരുന്നു. നല്ല ഭംഗിയുള്ള അല്ലേ ആ ഒരു പാറ പൊട്ടിച്ചുണ്ടാക്കിയ സ്ഥലമുണ്ട്. നേരെ അവിടെയാണ് കൊട്ടവഞ്ചി സർവീസ് ചെയ്യുന്ന ആ കുളം. ഏതൊക്കെ അതിൻ്റെ കവാടത്തിൽ കയറുമ്പം തന്നെ നല്ലൊരു ഫീലാണ്. കണ്ടില്ലേ, അതിൻ്റെ ടൂപ്പിൽ നോക്കിയാൽ കാണാം അങ്ങാട്ട് 2 കൊട്ടവഞ്ചി ഉണ്ട്. അതുപോലെ തന്നെ വല സൈഡിലൊരു ഹോട്ടൽ ഭക്ഷണം കഴിക്കാനുണ്ട്. ഇവിടെ വന്നാൽ കഴിക്കാൻ പറ്റിയ ഒരു ഹോട്ടലുമുണ്ട്. നമ്മൾ കയറിപ്പം തന്നെ വല സൈഡിൽ. അതുപോലെ മുകളിൽ നിന്ന് വെള്ളം ചാടുന്നത്. ഈ വേനലും നല്ല വെള്ളമുണ്ട്, അത്യാവശ്യം വെള്ളമുണ്ട് അല്ലേ. അത് നേരെ വന്ന് വീഴുകയാണ്. ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ പോലെയാണ്. ഏക്കെല്ലാം ആദ്യം തന്നെ കയറുമ്പം തന്നെ ഈ രീതിയിലുള്ള ഗാർഡനാണ്. നമുക്കതെല്ലാം ഒന്ന് കാണാം അല്ലേ. ധാരാളം കോഴികൾ, പിനിക്കോഴി, കൽക്കൻ കോഴി, വാത്ത, അങ്ങനെ ഒരുപാട് മുട്ടയിടുന്ന കോഴികളൊക്കെ ഉണ്ട്, പല വർഗത്തിലുള്ള. അതാണ് നമ്മൾ പ്രായം തന്നെ കാണുന്നത്. നമ്മൾ ആ തടാകത്തിന്റെ ചേർന്ന് തന്നെ ഈ രീതിയിലുള്ള നടക്കാൻ പാസയുണ്ട്. അതുപോലെ അതിന്റെ ചുറ്റുവട്ടം ഫുൾ പാറക്കെട്ടില് കുഴിച്ചാണ് തീർത്തിരിക്കുന്നത്. കണ്ടില്ല, ഇതിന് പ്രത്യേകിച്ച് രാത്രി സമയത്താണെങ്കിലും മൊത്തം ബൾബുകളാണ്, നല്ല പ്രകാശം വെച്ചല്ലേ. ആ മലയുടെ മുകളിൽ നിന്ന് വരുന്ന ആ അരുവി ഒഴി വരുന്ന വഴിയാണ് ഈ കാണുന്നത് അല്ലേ. നല്ല രസം. മഞ്ഞാണ്, ധാരാളം പൂക്കൾ, അതും കാണാം. കണ്ടില്ലേ, ആ കയാക്ക് ഒരാൾക്ക് 100 രൂപ എന്ന നിരക്കിലാണ്. ഏതൊക്കെയാലും ആ കയാക്കിൽ കയറുമ്പോൾ തീറ്റയുണ്ട്. ആ തീറ്റ ഇട്ട് കൊടുക്കുന്ന മൂലമാണ് ആ കയാക്കിന്റെ ചേർന്ന് അതിലുള്ള വളർത്ത് മത്സ്യങ്ങൾ. കാരണം മത്സ്യത്തെ പിടിക്കുന്ന നെയിം ബോർഡ് വെച്ചിട്ടുണ്ട്. ആ മത്സ്യം തൊട്ട് പിറയിൽ വരുന്നു അല്ല, അവിടെ നങ്കൂരം വിടുന്ന സ്ഥലമാണ്. അവിടെ നിന്നാണ് കയാക്കിൽ കയറി ഇതിലേക്കൂടെ നമുക്ക് കറങ്ങാനുള്ള അവസരമാണ്. ഇതാണ് KPM ഫിഷ് ഫാമിലുള്ളത്. അതുപോലെ തന്നെ ചൂടുകാലമായിട്ടില്ല, ഓസിൽ കൂടി വെള്ളം വരുന്ന നല്ല രസമാണ്. പ്രത്യേകിച്ച് രാത്രിയിലാണ് ആ ലൈറ്റ് എല്ലാം പ്രകാശിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ല. നിങ്ങൾ വാഗമണ് വരികയാണെങ്കിൽ ഏകദേശം ഈരാറ്റുപേട്ടയിൽ 36 കിലോമീറ്റർ, ടൗണിൽ നിന്നും അധികം തന്നെ ഇല്ല എങ്കിലും ലൊക്കേഷൻ വെച്ച് നോക്കിയാൽ കാരണം ഈ ഫിഷ് ഫാമിൽ എത്താം. നല്ല രസമാണ് കണ്ടില്ല. അതുപോലെ ആ പരിസരവും ആ വെള്ളവും അതുപോലെ ആ ചുറ്റുവട്ടം എല്ലാം നല്ല രസമാണ്. നമ്മൾ മൊബൈലിൽ കാണുന്ന പോലെയല്ല, അതിൽ ഉപരി നല്ലതാണ് ഒന്ന് നേരിട്ട് കാണുമ്പോൾ. ആ ഫിഷ് ഫാമിന്റെ ആ ചുറ്റുവട്ടമൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഹായ് ചങ്ങാതിമാരെ, അപ്പം നമ്മൾ വാഗമണിലെ ഫിഷ് ഫാമിന്റെ എല്ലാ എപ്പിസോഡെല്ലാം കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തിരിച്ചാൽ ലൈക്ക് ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് എടുക്കുക. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമന്റ് ബോക്സ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ തിരിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണ് ഫോളോ ചെയ്യുക. അത് നമുക്ക് ഇനി അടുത്ത വീഡിയോ വരുന്നത് ചെറിയ ബ്രേക്ക്. ഓക്കെ, അപ്പം ഇന്നത്തെ ഫിഷ് ഫാമിന്റെ എല്ലാ വീഡിയോയും കണ്ടെന്ന് വരുന്നു. ഓക്കെ, താങ്ക് യു.